യെസ് ഗൈസ്, ഫോക്കസ് ഇല്ലേ? നമ്മുടെ X200 FE, X200, X200 Pro, X300, X300 Pro, X100 അതെല്ലാം ഇട്ട സമയത്തും ഈ അൾട്രാ X100ൻ്റെ വീഡിയോയിൽ ഇപ്പോഴാണ് പറഞ്ഞത്. ഈ അൾട്രയെ പറ്റി ഭയങ്കര പരാമർശമാണ്. അൾട്ര ഇന്ത്യയിൽ വന്നാൽ ഇവിടെ മറിക്കുമെന്നാണ് ഗൈസ് പറയുന്നത്. സോ ഇവിടെ മറിക്കാനായിട്ട് X300 അൾട്രയെ കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു സാധനത്തിനകത്ത്. എന്തായാലും നമുക്കൊരു അടിപൊളി ക്യാമറ പെർഫോമൻസ് തന്നെ ചെയ്യാം. പിന്നെ നമ്മളൊരു ഫോട്ടോഗ്രാഫി കിറ്റ് വെച്ചിട്ടുള്ള പരിപാടി ഒന്നുമില്ല. അതൊന്നും എപ്പോഴും നമുക്ക് ക്യാരി ചെയ്ത് നടക്കാൻ പറ്റിയൊരു സാധനമല്ല. ഇപ്പം ഈവൻ നിങ്ങൾ എന്തിനാണ് ഇത്ര രൂപ കൊടുത്തൊരു ഫോൺ വാങ്ങിക്കുന്നത്, ക്യാമറ വാങ്ങിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നവരടുത്ത് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ ആണ് എപ്പോഴും ക്യാമറ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റില്ല. ഈവൻ ഒരു മിറർലെസ് ക്യാമറ നമുക്ക് എപ്പോഴും ഒരു ബഡ്ജറ്റ് റേഞ്ചുള്ള സാധനമാണെങ്കിൽ പോലും നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഈ ഒരു അല്ലെങ്കിൽ ഒരു കിറ്റ് ലെൻസും ക്യാമറയായിട്ട് മാത്രം കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫി സാധനമൊക്കെ വെച്ച് നമ്മൾ ഒന്ന് നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനെ കാരണം നമുക്ക് നോർമലി ഇത് വാങ്ങിച്ചാൽ എങ്ങനെ കൊണ്ട് നടക്കാം, എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാം, ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം കാണിക്കുന്നതല്ലേ സത്യം പറഞ്ഞാൽ നല്ലത്. സോ വിവോ X300 അൾട്ര, ലെറ്റ്സ് അൺബോക്സ് ദിസ് ബീസ്റ്റ്. ഞാൻ ബീസ്റ്റ് എന്ന് തന്നെ വിളിക്കും സുഹൃത്തുക്കളെ. 16 GB 512 GB വരുന്ന ഒരു ഡിവൈസാണ്. നിങ്ങൾക്ക് 1 TB വരെ എടുക്കാൻ പറ്റും. ബിക്കോസ് ഇതിൽ ലോഗിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറേ സ്റ്റോറേജ് പോകും. അപ്പം 1 TB ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പം സെയിൽ തുടങ്ങിയിട്ടില്ല. ഈ സാധനങ്ങളൊക്കെ പ്രീ ബുക്ക് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്താണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് J-Square മൊബൈൽസിന് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. അത്യാവശ്യം നല്ല ടീംസാണ്. ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വിളിച്ച് പ്രീ ബുക്ക് ചെയ്ത് സാധനം എടുക്കുക എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഫോൺ ഇതാ ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതിലോട്ട് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫോൺ നമുക്ക് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. അതിൻ്റെ ലുക്ക് കണ്ട. ക്യാമറ ബമ്പ് ഒക്കെയാണ്. സാധാരണ ഞാൻ ക്യാമറ ബമ്പ് ഇതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണമല്ല. ബിക്കോസ് ഞാൻ ഇങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു വിരൽ ഇവിടെ ഇരിക്കും, ഒരു വിരൽ എൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ഞാൻ വെക്കേണ്ടി വരും. മറ്റേ ആ FE-ലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മുകളിൽ പറഞ്ഞത് എന്ത് രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ വെയിറ്റും ഫീൽ ചെയ്യില്ല. ഇതിൽ ഇങ്ങനെ ഈ ഒരു ഇതിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ഡിസ്കംഫർട്ട് അല്ല. പിന്നെ ഇങ്ങനെ കുലുക്കണ സമയത്ത് ഡിസ്കംഫർട്ട് അല്ല എന്ന് പറഞ്ഞാൽ കുറച്ചധികം സാധനം ഇതിനകത്തുള്ളതുകൊണ്ട് നമ്മളത് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ആ വെയിറ്റ് ഒരു പ്രശ്നമില്ലാത്ത എന്ന് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം ഇതിനകത്ത് വേറെ ഒന്നും ഇല്ലാതെ ഈ വെയിറ്റ് ആണ് കൊടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, എടാ എന്തൊരു വെയിറ്റ് ഇത് വിവോ നീ കാണിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനത്തെ സാധനമൊന്നുമല്ല. ദെൻ ഇതിനകത്ത് ഒരു കുലുക്കമുണ്ട്. കുലുക്കം അത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ഓടി സർവീസ് സെൻറ്ററിൽ നിന്ന് പോകേണ്ട. കുറേ പേര് എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട്, ചേട്ടാ ഇതിനകത്ത് എന്താണ് ഇത് കുലുങ്ങണമെന്നുള്ളത്. ഇത് OIS വെച്ചേക്കുന്ന OIS ആണ് കേട്ടോ. അതായത് ക്യാമറ സെൻസർ. നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് വ്ളോഗൊക്കെ ചെയ്ത് ഓടിക്കൊണ്ടൊക്കെ വ്ളോഗ് ചെയ്യുമല്ലോ. ആ സമയത്ത് നിങ്ങളുടെ സെൻസറിന് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇതും വെച്ചിട്ട് ഒരു ബൈക്കിലൊക്കെ ഹാൻഡിലൊക്കെ വെച്ചിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ട് ഹാൻഡിൽ വെക്കാൻ ധൈര്യമുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കവേർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ മൗണ്ടൊക്കെ നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ആ ഒരു സാധനത്തിലൊക്കെ വെക്കുന്ന സമയത്ത് ഈ നമ്മുടെ റോഡ് പണി ഏകദേശമൊക്കെ ഉണ്ട്. ഇനിയും അടുത്ത് അങ്ങോട്ട് വരുമ്പോൾ നല്ല റോഡുകളൊക്കെ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു സമയത്ത് പ്രശ്നം വരില്ല. അല്ലാത്ത പക്ഷേ അഴുക്ക റോഡൊക്കെ ഉണ്ടെങ്കിൽ, അഴുക്ക മീൻസ് മോശം റോഡൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുലുങ്ങി സെൻസർ എൻ്റെ ഫേസിൽ പാടാം. ഇത് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ഉള്ളതുകൊണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയപ്പോൾ അത് നേരെ അങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ കുലുങ്ങണത് കൊണ്ട് അത് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഈ കുലുക്കം ഉണ്ടെങ്കിൽ അത് സെൻസറിനെ അത്രയും നല്ല കിടിലുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്നാണ് അർത്ഥം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത്. OIS അതുണ്ട് ഇതിനകത്ത് നല്ല രീതിക്ക്. അപ്പം അതൊക്കെ ക്യാമറ റിവ്യൂവിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ദെൻ നമുക്കിതിനെ അൺബോക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോറ് പാത്രം തുറക്കുമ്പോൾ ഒരു തട്ട് ഉണ്ട്. ആ തട്ട് എടുക്കുമ്പോൾ അടുത്ത തട്ട്, ആ തട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വാറണ്ടി കാർഡ്, ഒരു യൂസർ മാനുവൽ, നമ്മുടെ വിവോയുടെ ആ ഒരു കാർഡ്. പണ്ട് IQൻ്റെ ഫോണിലാണ് ഞാൻ ആദ്യം മറ്റേ BMW-ൻ്റെ ഒരു എഡിഷൻ ഉണ്ടല്ലോ, BMW എഡിഷൻ, ആ ഒരു കാർഡ് കണ്ടത്. ഇതാ കണ്ട വിവോ X300 സീരീസ്. ഫേസിൽ ഫോക്കസ് കൊടുത്താൽ ഇതിൻ്റെ അകത്തൂടെയൊക്കെ കയറി പോണം. ഇത് മാറ്റി വയ്ക്കാം. നല്ല കീടിലൻ ഒരു കേസാണ് പറഞ്ഞത്. ഒരു കീടിലൻ കേസ്. നമുക്ക് കീട്ടിലം ക്വാളിറ്റി സാധനം, മറ്റേ ചാത്ത സാധനമല്ല. ഇതിലാണെങ്കിൽ ഡിസൈൻഡ് ബൈ വിവോ എന്ന് എഴുതിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഡിസൈൻഡ് ബൈ വിവോ. വേറെ അടിച്ച കുളിച്ച സാധനമൊന്നുമില്ല. ഇവിടെ വിവോയിലൊരു ബാഡ്ജിങ് ഉണ്ട്, വിവോയുടെ ബാഡ്ജിങ്. ഇതവിടെ മാറ്റി വയ്ക്കാം. ദെൻ IMEI നമ്പർ. ഇതൊക്കെ നിങ്ങൾ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും ആക്സസ് ചെയ്യാൻ പറഞ്ഞെടുത്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഫോണൊക്കെ ആണെങ്കിൽ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഓടിപ്പോയി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IMEI നമ്പറിൻ്റെ ആവശ്യം വരും. സോ IMEI നമ്പർ കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഫോൺ ആരെങ്കിലും എടുത്തുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. പിന്നെ കിട്ടാനൊന്നും പോണില്ല. അതിനുശേഷം ഒരു പെട്ടി.
ഈ പെട്ടി കഴിഞ്ഞാൽ ഈ പെട്ടിക്ക് അതൊന്നുമില്ല, ഒരു കുട്ടിപ്പെട്ടി പോലെ തോന്നും, പക്ഷെ അത് പെട്ടിയൊന്നുമല്ല, നമുക്ക് മാറ്റി വയ്ക്കാം. ഈ പെട്ടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിം ഇജക്ഷൻ പിന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തുറക്കുന്ന സമയത്ത് ഇത്രയും നാൾ വിവോ നമുക്ക് തന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു? A to C കേബിൾ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് വിവോ തരുന്നത് വിവോ 100 വാട്ടിൻ്റെ ആ ഒരു C2C വരുന്ന, അതായത് ഇതിൽ സിയും കേബിൾ C2C വരുന്ന ആ ഒരു PD ചാർജർ. പൊളിക്കും. വിവോ വന്ന് ഓരോ CS തുടങ്ങണമാരെ എടുത്ത് കമത്താനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് അതിനെ മാറ്റി വെച്ചിട്ട് ഇവിടെ വരുന്ന സമയത്ത് എന്താ വരുന്നതാണ് സുഹൃത്തുക്കളെ, നമ്മുടെ ആ ഒരു C2C കേബിള്. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബ്രൈഡഡ് കേബിൾ, നോർമൽ ഒരു കേബിളാണ്. അടുത്ത വർഷം മിക്കവാറും വിവോ ബ്രൈഡഡ് കേബിൾ കൊണ്ടുവരണേ വിവോ. നിങ്ങളൊന്നോർത്ത് കളയല്ലേ. നിങ്ങൾക്ക് ജനങ്ങളെ ഒരു അനാവശ്യ പൈസയും വേണ്ട, ജനങ്ങളുടെ ഒരു പൈസയും നിങ്ങൾക്കല്ലാതെ വേണ്ട. കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കൊടുക്കുക, വേഷ കൊടുക്കാതിരിക്കുക. ഓക്കെ, അതാണ് ഇതിൻ്റെ പരിപാടി. അതൊക്കെ നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ രാജാവിനെ എടുക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, ഇതാ തിരുവനന്തപുരത്ത് നിന്നും വേവോണർ കൊണ്ടുവന്നിരിക്കുകയാണ് വിവോ X300 അൾട്രയിൽ 512 GB 16 GB റാം വരുന്ന സാധനം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ മാറ്റി വെക്കുന്നു. മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വിവോയുടെ ലുക്കാണ് സുഹൃത്തുക്കളെ ഇത്. ഇതിനകത്ത് 200 MP മെയിൻ ക്യാമറ, 200 MP പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറ, സ്റ്റോറേജ് UFS 4.1, 50 MP അൾട്രാ വൈഡ് ക്യാമറ, 50 MP സെൽഫി ക്യാമറ. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, വലിച്ച് കീറി കളയാതിരിക്കുക. നിങ്ങൾക്ക് റെഫ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോ സീരീസ് ഒക്കെ എടുത്തിട്ട് റെഫ്യൂസിനൊന്നും ആരും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പർപ്പസിന് മാത്രമേ എടുക്കുമെന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും ഇത് ഊരി കളയാതിരിക്കുക. നല്ലൊരു സാധനമാണ്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിലൊന്നുമില്ല, ഇപ്പുറത്തെ സൈഡിലുള്ള പ്ലസ് മൈനസ് ലോക്ക്, താഴെ സി, ഈ മറ്റേ സിം ഇടാനുള്ള സൊന മറ്റേ നോട്ട് ഇത് മാത്രമല്ല, ഈ സിം മാത്രമല്ല, ഫിസിക്കൽ സിം ഇടാൻ പറ്റുന്ന സൊനയൊക്കെയാണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടിയിട്ട് ഈ സിമ്മിലോട്ടൊക്കെ ഐഫോൺ വന്ന പോലെ വന്നാൽ നല്ലതായിരിക്കും. ആൾക്കാരതൊക്കെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുമോ? ഐ ഡോണ്ട് നോ. ഐഫോണിൽ പിന്നെ പണ്ട് മുതലേ ഒന്നും കിട്ടാതെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്താണ് അവർ അതിലോട്ട് വന്നത്. പക്ഷേ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കുറച്ചുകൂടെ ചാർജ് ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ റെഫ്യൂസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതേ ചൂസ് ചെയ്യുള്ളൂ, ഈ സിമ്മേ ചൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇന്ത്യയിലില്ലെങ്കിൽ നമ്മൾ പുറത്തൊന്ന് വരുത്തും, ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധനം. ഇതിൻ്റെ സൈഡിൽ വേരിയോ പ്രോ സോണാർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഞാൻ ഇനി FX3 വാങ്ങിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓട്ടോ ഫോക്കസ് ഉണ്ടെങ്കിൽ കാണാം. ഷോണിയ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആ ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറ വരുന്നത്. സോ നമുക്കിത് എന്തായാലും ഓൺ ആക്കാം. ലോങ് പ്രസ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഒരു 1 2 3 4 ഒരു 4 സെക്കൻഡൊക്കെ വരുമ്പോൾ വിവോ 5G എന്ന് എഴുതി കാണിക്കുന്നതാണ്. സ്വാഭാവികം, പവേർഡ് ബൈ ആൻഡ്രോയിഡ്. സോ ഞാനിത് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് വരാം. വിവോ X300 അൾട്ര ഒറിജിനൽ OS. ഫേസ് വേണോ മറ്റേതോണോ മറിച്ച് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫേസ് ഒന്നും വേണ്ട, ഇപ്പം എല്ലാം എഴുതാം. ദെൻ ഓപ്പൺ ആക്കി നമ്മൾ സെറ്റിംഗ്സ് എടുത്ത് എബൌട്ട് ഫോൺ എടുക്കുമ്പോൾ വിവോ X300 അൾട്ര 8L8 Gen 5 മൊബൈൽ പ്ലാറ്റ്ഫോം ഒക്ടാക്രോ പ്രോസസ്സറാണ് എഴുതിയിട്ടുണ്ട്. 16 GB റാം പ്ലസ് 16 GB എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റും, സ്റ്റോറേജിൽ നിന്ന് എടുത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. 12 GB സ്റ്റോറേജ് ആണ് വരുന്നത്. ISO ഒക്കെ കൂടി കിടക്കണം, ക്ഷമിക്കൂ സുഹൃത്തുക്കളെ. 6600 mAh ബാറ്ററിയാണ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ റിവേഴ്സ് വയേർഡും റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വേണം സുഹൃത്തുക്കളെ, അതൊക്കെ വേണം എന്ന് വേണം പറയാനുള്ളത്. ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ പറ്റില്ല, അതിന് പറ്റിയതൊക്കെ വിഴുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം പറയട്ടെ. ഇതിനകത്ത് പോർട്രേറ്റ്സിനകത്ത് വരുമ്പോൾ അത് നോർമൽ ഫോട്ടോയിലും കാണും കേട്ടോ. നമുക്ക് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരാണ്, ഞാൻ അത് വായിക്കാൻ വിട്ടോ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ ഒരു സാധനം ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂവിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓപ്പൺ ആകുമ്പോൾ ഇതിനകത്ത് കുറേ അധികം സാധനങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യണതിൻ്റെ ബൊക്കെ ഫ്ലെയർ എന്നൊക്കെയാണ് ഇപ്പം കൊടുത്തേക്കുന്നത് കേട്ടോ. കുറേ അധികം ബൊക്കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പണ്ട് മുതൽ വിവോ എന്ന് പറഞ്ഞൊരു ഡിവൈസ്, ഞാനിപ്പം നത്തിങ് ഫോൺ 4A Pro എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ എടുത്ത സമയത്ത് അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ലൈക്ക് വിവോയുടെ ഈ ഒരു ബഡ്ജറ്റിലുള്ള വിവോയിലെ ഫോണുകളിൽ നമ്മൾ ഫോട്ടോ എടുക്കും. ഇപ്പം കുറേ പേര് പറഞ്ഞു ആ നത്തിങ് ഫോണെ
ഫോണെ 4A പ്രോയിൽ വീഡിയോ ഇട്ടപ്പോൾ വിവോയുടെ അത്ര പോരാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവോയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഫോണിൽ എടുക്കുമ്പോഴും ആ ഒരു പോർട്രേറ്റ്സ് ഒക്കെ നമുക്ക് അത്രയും നല്ലതായിട്ട് ഫീൽ ചെയ്യണത് നമ്മൾ കാണാൻ ആഗ്രഹിക്കും പോലെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഒരു നാച്ചുറൽ ഫോട്ടോ നിങ്ങളൊരു ക്യാമറയിൽ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാധനത്തിനേക്കാൾ ബെറ്റർ ആയിട്ട് തോന്നുന്ന രീതിക്ക് നമുക്കൊരു ഫോട്ടോ കിട്ടുന്നത് കൊണ്ടാണ് അത് കൊള്ളാന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, ഇതൊരു നാച്ചുറൽ സാധനമല്ലല്ലോ. പണ്ട് നമ്മളൊരു DSLR ക്യാമറയിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോഴും അതേ DSLR ക്യാമറയിൽ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ തോന്നും? ആ ഒരു സാധനമാണ് സംഭവം. അപ്പോൾ ആ ഒരു സാധനം ഓഫ് ചെയ്യാനുള്ള പരിപാടി ഇതിനകത്തുണ്ട്. നമുക്കിപ്പം മറ്റേ ബ്യൂട്ടിയൊക്കെ ഓഫ് ചെയ്ത് ഒരു നാച്ചുറലി ഉള്ള ഒരു പോർട്രേറ്റ് എടുക്കാനുള്ളൊരു മോഡ് ഇതിനകത്തുണ്ട്. അത് ഡീറ്റെയിൽഡ് ക്യാമറ പെർഫോമൻസ് ഞാൻ പറയും. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 100K അടിച്ച് പോയി നമുക്ക് ആടിപ്പോളി വീഡിയോസൊക്കെ പിന്നെ ചില്ല് കൊണ്ടുവരും. പിന്നെ ലോഗിലൊക്കെ ഇതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, 8K ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ലോഗിലൊക്കെ കിടക്കണോണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇത്ര സ്റ്റോറേജ് 1 TB ഒക്കെ ഉള്ളത്. ഇപ്പോൾ ലോഗൊക്കെ എടുക്കുമ്പോൾ ഞാൻ ISO കുറച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ കണ്ടാ, ഇതാണ് ഗൈസ് ലോഗിലെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ഗൈസ്. ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഇതാണ്. ലോഗിൽ ഏത് ക്വാളിറ്റി എന്ന് പോലും നോക്കാതെ ലോഗ് എടുത്തിട്ട് എടുക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഇത് 14mm, 35mm, 85mm, 170mm, 230mm വരെ ലോഗിലെടുക്കുക. എനിക്ക് നിങ്ങളെ കാണാനല്ലേ ലോഗിലെടുക്കുമ്പോൾ. ഇതാണ് ആ ലോഗിൽ. അയ്യോ, ഞാൻ ഇരുണ്ട് പോയി സുഹൃത്തുക്കളെ. ഇപ്പം ഞാൻ വെളുക്കുവേ. കണ്ടോ, 1000 ഇപ്പോഴത്തെ ഈ ഒരു ലൈറ്റ്, എൻ്റെ ഒരു ലൈറ്റ് പോയിട്ടേ ഒരു 1250 ഇച്ചിരി കൂടുതലാണ്. 1000 ഇടാം, വേണ്ട 1000 ഇടാം, 1000 bucks. ഒരു 1000 ലൈക്ക്. സോ ISO 1000 ആണ്. 1000 ലൈക്ക് നിങ്ങൾ അടിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. 8Kയിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കീടിയുള്ള സാധനം 4K, 8K, 30 FPS വരെ എടുക്കാം. 4K നമുക്ക് 120 FPS വരെ എടുക്കാം. 1080p 60 FPS വരെ നമുക്ക് എടുക്കാം. അങ്ങനത്തെ സാധനങ്ങൾ. മറ്റേ 720 പരിപാടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇതിൽ കുറേയധികം മോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ നമുക്ക് ഫിലിം ടോൺ, മറ്റേ മോഷൻ ബ്ലറൊക്കെ ഇതാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ദെൻ ഇവിടെ പ്രോ വീഡിയോ ഉണ്ട്. പ്രോ വീഡിയോ വിവോ എന്നൊക്കെ പറഞ്ഞ് ലോഗോ ഒക്കെ കാണിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. പ്രോ വീഡിയോയിൽ യൂസ് നൗ പ്രോ വീഡിയോ നമുക്ക് ക്യാമറയിൽ എടുക്കുമ്പോഴോ ഷട്ടർ സ്പീഡ് 1/100 വേണ്ട 50. സുഹൃത്തുക്കളെ, 1/50 ഷട്ടർ സ്പീഡ്, ISO 800, 1000 വേണം ഈ ഒരു കണക്കിന്. വൈറ്റ് ബാലൻസ് ഓട്ടോ അടക്കട്ടെ. റെക്കോർഡിങ് 4K ആകുമ്പോൾ 1080p 4K പോകുമ്പം മെയിൻ ക്യാമറ ജസ്റ്റ് ക്രോപ്പ് ആവും കേട്ടോ. 8Kയിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. FPS 120 FPS വരെ റെക്കോർഡ് ചെയ്യാം കേട്ടോ. 60 FPS, ഷട്ടർ സ്പീഡ് 50 ഓട്ടോയിലാണ് കിടക്കുന്നത്. ഷട്ടർ സ്പീഡ് 50 പോട്ട്. ഷട്ടർ സ്പീഡ് 50. അയ്യോ, ഇത് പ്രോയിൽ എടുക്കണം. ലോഗാണ് കണ്ടാ, ഇത് പ്രോയിൽ എടുക്കുന്ന സാധനമാണ് കേട്ടോ. 1x ക്യാമറയാണ് കേട്ടോ. 1x ക്യാമറ 4K ആകുമ്പോൾ ക്രോപ്പ് ആവും. 1080p ആകുമ്പം കുറച്ചുകൂടെ വൈഡ് കിട്ടും കേട്ടോ. പക്ഷേ 1x ക്യാമറയിലും വ്ളോഗൊക്കെ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ദർ ഇസ് നോ ബ്ലഡി ഹീറ്റിംഗ് സുഹൃത്തുക്കളെ. DJയുടെയും നത്തിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഫയൽസ് കിടക്കുന്നതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ളായി. അപ്പോൾ ഞാൻ കോപ്പി ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഇതിനകത്ത് എടുത്ത ഫുട്ടേജ് നോക്കിയേ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി മാത്രമല്ല, സൗണ്ട് ക്വാളിറ്റി ഒക്കെ. 1x ക്യാമറ കേട്ടോ. 1x ക്യാമറ 4K ആകുമ്പോൾ ക്രോപ്പ് ആവും. 1080p ആകുമ്പോൾ കുറച്ചുകൂടെ വൈഡ് കിട്ടും കേട്ടോ. സെക്കൻഡറി സ്പീക്കർ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ദർ ഇസ് നോ ബ്ലഡി ഇച്ചിരി ബേസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു വോയിസിന്. നമുക്കതിന് ഇപ്പോൾ ലോഗിലാണ് കിടന്നത്. നമ്മൾ കളർ കറക്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ലോഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ബേസ് സാധനം. ഇൻബിൽട്ട് ക്യാമറ ആപ്പിനകത്ത് അങ്ങനെ ഒരു പ്രോ ഫീച്ചർ എന്തായാലും പൊളിച്ചു കേട്ടോ ആ സാധനം. 14mm, 230mm. ഇത് പെടയ്ക്കും. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ബാക്ക് നോർമൽ ക്യാമറയിലോട്ട് പോകും കേട്ടോ. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത AI-ൻ്റെ കുറേ സാധനങ്ങൾ വരും കേട്ടോ. AI വെച്ചിട്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ പറ്റും. മറ്റേ മഞ്ഞത്തും മഴയത്തും ഒക്കെ പോകാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. കുറേ സാധനമുണ്ട് കേട്ടോ. ഇത് വർത്താണ് കേട്ടോ എടുക്കുന്നത്. പ്രോ വീഡിയോ അല്ലാതെ എടുക്കാൻ പറ്റും. സ്റ്റേജ് മോഡുണ്ട്. പ്രോ അല്ലാതെ അത് പിന്നെ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ മറ്റേ കിറ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാനുള്ള സാധനം. സ്റ്റേജ് 12 വ്യൂ, ഹൈ റെസൊല്യൂഷന്, സൂപ്പർ മൂണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് വീഡിയോ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ A to Z കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ അറിയണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെയും കൂടെ ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റോറേജൊക്കെ നിറഞ്ഞ് ഇനി എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇനിയൊക്കെ എടുത്ത് കളയണം. ആ DJയിൽ എടുക്കുന്ന സാധനമൊക്കെ ഒരു അരമണിക്കൂർ വീഡിയോ ഒക്കെ 50-50 GB മേളിൽ വരും ഇവിടെ അതിൻ്റെ ഹൈ ക്വാളിറ്റി.
അങ്ങനെയാണ് കാര്യം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.